ഹലോ ഡിയർ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. നമസ്കാരം. എല്ലാവർക്കും എൻ്റെ പുതിയ റെസിപ്പിയിലേക്ക് സ്വാഗതം. ഇന്ന് നാടൻ കറിയായ തേങ്ങ വറുത്തരച്ച കടലക്കറിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. വളരെ സിമ്പിളാണ്, വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ ഈ ഒരു കറി എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. 250 ml മെഷർമെൻറ്റ് കപ്പിൽ 1 കപ്പ് കടല എടുത്ത് 8 മണിക്കൂർ കുതിരാൻ വെക്കുക. അതിനുശേഷം 10 വിസിൽ വരുന്നത് വരെ മീഡിയം തീയിൽ വേവിച്ചെടുക്കുക. 1.5 കപ്പ് വെള്ളമാണ് ഞാൻ ഒഴിച്ചു കൊടുത്തത്. ഇനി 4 ടേബിൾ സ്പൂൺ എണ്ണ ചൂടാക്കി 1 ടീസ്പൂൺ കടുക് പൊട്ടിക്കുക. അതിലേക്ക് 1 ടീസ്പൂൺ ചെറിയ ജീരകം, 3 വറ്റൽ മുളക്, പിന്നെ 2 സവാള എന്നിവ ഇട്ട് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കണം. സവാള ഉണ്ടല്ലോ നല്ല ലൈറ്റ് ഗോൾഡ് കളറാവണം, അതുവരെ വഴറ്റിയെടുക്കണം. എപ്പോഴും സവാള വഴറ്റുന്ന സമയമുണ്ടല്ലോ തീ മീഡിയത്തിൽ വെച്ച് കൊടുക്കണം. അങ്ങനെയാകുമ്പോൾ കരിഞ്ഞു പോകാണ്ട് നന്നായിട്ട് നമുക്ക് വഴറ്റിയെടുക്കാൻ പറ്റും. ഇതാ ഇവിടെ ലൈറ്റ് ഗോൾഡ് കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് അതും കൂടി നല്ല സോഫ്റ്റ് ആകുന്ന വരെ വഴറ്റിയെടുക്കണം. പിന്നെ ഇതിലേക്ക് 3 ചെറിയ പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കണം. ഇനി ഇതും നന്നായിട്ട് തന്നെ വഴറ്റിയെടുക്കുക. പിന്നെ ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഉണ്ടല്ലോ അതും കൂടി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതും കൂടി ചേർത്ത് കഴിഞ്ഞ് കരിഞ്ഞു പോകാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കണം. ഈ വെളുത്തുള്ളി ഇഞ്ചി പേസ്റ്റിൻ്റെ പച്ചമണം നന്നായിട്ട് മാറണം. നല്ലൊരു മൂത്ത മണം വരുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിനുള്ള മുളക് പൊടിയും അതേപോലെ തന്നെ കുറച്ച് കസൂരി മേത്തിയും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഈ കസൂരി മേത്തി കയ്യിലുണ്ടെങ്കിൽ 1 ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം. കസൂരി മേത്തി ചേർത്താൽ ഹോട്ടലിലെ അതേ ടേസ്റ്റും ഫ്ലേവറും കിട്ടും. ഇതിലേക്ക് 1 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ, 1/2 ടീസ്പൂൺ സാധാരണ എരിവുള്ള മുളക് പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ പെപ്പർ പൗഡർ. ഇത്രയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പൊടികൾ ചേർക്കുന്ന സമയമുണ്ടല്ലോ തീ വളരെ ചെറുതാക്കി വെക്കണം. എന്നിട്ട് കരിഞ്ഞു പോകാണ്ട് ചെറിയ തീയിൽ തന്നെ മൂപ്പിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് പച്ചമണമൊക്കെ മാറി മൂത്ത് വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നേരത്തെ വേവിച്ച് വെച്ചിരിക്കുന്ന കടലയുണ്ടല്ലോ അത് ചേർത്ത് കൊടുക്കണം. കടല നേരത്തെ തന്നെ വേവിച്ച് വെച്ചതാണ്, സ്റ്റീമെല്ലാം പോയിട്ടുണ്ട്. സ്റ്റീമെല്ലാം മാറിയതിന് ശേഷം മാത്രം കുക്കർ തുറന്നാൽ മതി, അല്ലെങ്കിൽ വേവ് കറക്റ്റ് ആവില്ല. ഇനി ഈ വെള്ളത്തോട് കൂടി തന്നെ ഞാൻ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. കടലെല്ലാം നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇനി മസാലയിലേക്ക് നമുക്ക് കടല ഒഴിച്ചു കൊടുക്കാം. അതിനുശേഷം നല്ല പോലെ ഇളക്കി മിക്സാക്കി എടുക്കണം. എന്നിട്ട് ചെറിയ തീയിൽ ഇത് 15 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. കടലയിലേക്ക് മസാല നന്നായിട്ട് പിടിക്കണം. അപ്പോൾ അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യാം. ഇവിടെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഞാൻ മൂടി വെച്ചിട്ടാണ് ഇത് വേവിച്ചെടുക്കുന്നത്. അപ്പോൾ ശ്രദ്ധിക്കണം, ചെറിയ തീയിൽ തന്നെ വേവിച്ചെടുക്കണം. ഞാനിവിടെ കടല 15 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുത്തു. എണ്ണയെല്ലാം നല്ല പോലെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ഈ ഒരു പരുവം ആയി കിട്ടണം. ഇപ്പോൾ മസാലയിൽ കിടന്ന് കടല വെന്തതുകൊണ്ട് തന്നെ കടലയ്ക്കും നല്ല ഉപ്പും മുളകൊക്കെ പിടിച്ച് നല്ല ടേസ്റ്റി ആയിട്ട് കിട്ടും. ഇനി കറി ഓപ്പൺ ചെയ്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം. ഞാനിവിടെ 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. ഇനി നോക്കിയിട്ട് നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി അതും കൂടി മിക്സ് ചെയ്തതിന് ശേഷം വറുത്ത് വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കണം. 1 മുറി തേങ്ങ ചിരവിയതിലേക്ക് 1/2 ടീസ്പൂൺ ചെറിയ ജീരകം, 1/2 ടീസ്പൂൺ പെരും ജീരകം, 1 സവാളയുടെ പകുതി ഇത്രയും ഇട്ട് മീഡിയം തീയിൽ ലൈറ്റ് ഗോൾഡ് കളർ ആവുന്നവരെ തേങ്ങ വറുത്തെടുക്കണം. എന്നിട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് പേസ്റ്റ് പോലെ നൈസായിട്ട് അരച്ചെടുക്കണം. എന്നിട്ട് ഈ അരച്ച തേങ്ങ ഉണ്ടല്ലോ അത് കടലക്കറിയിലേക്ക് ചേർത്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് ഇളക്കി ഇതൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ വെള്ളം കൂടുതലാവാനും പാടില്ല, അതേപോലെ കൂടുതൽ കട്ടിയാവാനും പാടില്ല. ആ ഒരു പരുവത്തിൽ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് കലക്കി തിളപ്പിച്ചെടുക്കണം. ഇവിടെ നന്നായിട്ട് മിക്സാക്കി എടുക്കുന്നുണ്ട്. ഈ ഒരു കറി ഉണ്ടല്ലോ ഭയങ്കര ടേസ്റ്റാണ്. പുട്ടിനും അതേപോലെ തന്നെ ദോശക്കൊക്കെ അടിപൊളി കോമ്പിനേഷനാണ്. ഇനി ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കുക, കൂടുതൽ സമയം തിളക്കണ്ട. ഏത് കറിയായാലും തേങ്ങ ചേർത്ത് കൂടുതൽ തിളച്ചാലുണ്ടല്ലോ എണ്ണ ഇറങ്ങി കറിൻ്റെ ടേസ്റ്റ് പോകും. അപ്പോൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കണം. എന്നിട്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള മല്ലിയിലയും കൂടി ചേർത്ത് നമുക്ക് ഫ്ലെയിം ഓഫാക്കാം. ഈ ഫ്ലെയിം ഓഫാക്കിയിട്ട് ഒരു അരമണിക്കൂർ കഴിഞ്ഞതിന് ശേഷം സെർവ് ചെയ്താലുണ്ടല്ലോ കറക്റ്റ് വെള്ളത്തിൻ്റെ പാകമൊക്കെ ആയിട്ടുണ്ടാവും. ഞാൻ നിങ്ങൾക്ക് അരമണിക്കൂറിന് ശേഷം കാണിച്ചു തരാം. ഗൈസ്, കറിയെല്ലാം നല്ല പോലെ മൂത്ത് വന്നിട്ടുണ്ട്. നല്ല ബ്രൗൺ കളറിലുള്ള വറുത്തരച്ച കടലക്കറിയാണിത്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. നാടൻ കറി ഇഷ്ടപ്പെടുന്ന എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ വളരെ സിമ്പിളായിട്ടുള്ള കടലക്കറി റെസിപ്പി നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ഇപ്പോൾ തന്നെ ഒരു ലൈക്കും അതേപോലെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട് ഹൈപ്പ്,
ഒക്കെ ഒന്ന് എനേബിൾ ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. ഇനി നിങ്ങൾക്ക് ഏതെങ്കിലും റെസിപ്പി ആവശ്യമുണ്ടെങ്കിൽ അതും കൂടി ഒന്ന് കമൻറ്റ് ചെയ്യണം. അപ്പം നിങ്ങളുടെ വീട്ടിൽ നിങ്ങൾ കടലക്കറി എങ്ങനെയാണ് ഉണ്ടാക്കുന്നത്, ഇതുപോലെ തന്നെയാണോ, ഇനി വേറെ എന്തെങ്കിലും ചേരുവ ചേർക്കുന്നുണ്ടോ ഒക്കെ നിങ്ങൾ കമൻ്റായിട്ട് അറിയിക്കണം. അപ്പോൾ വീണ്ടും കാണാം. ബൈ ബൈ.